അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഹൈക്കോടതി കുറ്റവിമുക്തിയാക്കപ്പെട്ട ജയലളിത വീണ്ടും മുഖ്യമന്ത്രിയായപ്പോഴാണ് ആർ.കെ. നഗർ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുന്നത്. ജയലളിതയ്ക്ക് വേണ്ടി വെട്രിവേൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുകയായിരുന്നു. പിന്നെ 2015 ജൂണിൽ നടന്നത് പേരിനൊരു തെരഞ്ഞെടുപ്പ് മാത്രം. ജയലളിതയുടെ ഉറപ്പായ വിജയത്തിന് വെറുതെ സമയവും പണവും ചെലവാക്കേണ്ടതില്ല എന്ന കണക്കുകൂട്ടലിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ മത്സര രംഗത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 90% വോട്ട് നേടിയാണ് ജയലളിത 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം നേടിയത്. പിന്നീട് ഒരു വർഷമാകും മുൻപേ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ചിത്രം മാറി. എല്ലാവരും മത്സര രംഗത്തിറങ്ങി. ജയലളിതയുടെ ഭൂരിപക്ഷം 40,000-ൽ താഴെയായി. ഇപ്പോഴിതാ വീണ്ടും ഒരു വർഷം കഴിയും മുൻപേ തന്നെ ആർ.കെ. നഗർ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് വേദിയാവുകയാണ്. ജയലളിതയുടെ മരണമാണ് അതിന് കാരണമായത്. പ്രമുഖ കക്ഷികളിൽ വിജയകാന്തിൻ്റെ DMDK മാത്രമേ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളൂ. എങ്കിലും ഇത്തവണ പക്ഷേ ആർക്കും അനായാസ ജയം ഉണ്ടാകില്ല എന്നാണ് സൂചനകൾ. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.